കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിന്റെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. രേണുവിന്റെ പുതിയ റൊമാൻറ്റിക് വീഡിയോ പലർക്കും അത്ര പിടിച്ചിട്ടില്ല. അതിനാൽ സൈബർ വെട്ടുകിളികളെല്ലാം രേണുവിനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇപ്പോഴിതാ ഇതിന് മറുപടിയുമായി രേണു തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ വീഡിയോ റീൽസിൽ എന്തെങ്കിലും മോശമുള്ളതായി തനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് രേണു പറയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ദാസേട്ടൻ കോഴിക്കോട് എന്ന ഇൻസ്റ്റഗ്രാം റീൽസ് താരത്തിനൊപ്പമുള്ള വീഡിയോ രേണു പങ്കുവച്ചത്. ചാന്ത് പൊട്ടുന്ന സിനിമയിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്തെന്ന ഗാനരംഗമാണ് ഇവർ രണ്ടുപേരും പുനരാവിഷ്കരിച്ചത്. ഈ പാട്ടിന്റെ ചിത്രീകരണത്തിൽ അല്പം ഇഴുകിച്ചേർന്നായിരുന്നു ഇരുവരുടെയും അഭിനയം. അതിനാൽ വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് രേണുവിന് നേരെ ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് രേണുവിന്റെ പ്രതികരണവും. ഇതുപോലുള്ള വേഷങ്ങൾ വന്നാൽ ഇനിയും ചെയ്യുമെന്നാണ് രേണു പറയുന്നത്. സുധിച്ചേട്ടന്റെ ആത്മാവ് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാകുമെന്നും അഭിനയത്തിൽ സജീവമാകാനാണ് തീരുമാനമെന്നും രേണു പറയുന്നു. ഇനിയും മുൻപോട്ട് ഇത്തരം വേഷങ്ങൾ വന്നാൽ ചെയ്യും. എനിക്കും ആഹാരം കഴിക്കണമെന്നും ആര് ചെലവിന് തരുമെന്നും അഭിനയമാണ് തന്റെ ജോലിയെന്നും രേണു പറയുന്നു. ഞാൻ വേറൊരുത്തനെയും കെട്ടാൻ പോയിട്ടില്ല. സുധിച്ചേട്ടന്റെ ഓർമ്മയിൽ ജീവിക്കുകയാണ്. നിങ്ങൾ എന്തു പറഞ്ഞാലും അതൊന്നും തന്നെ ബാധിക്കില്ലെന്നും വേറൊരാളെ വിവാഹം ചെയ്യാൻ പറയുന്നവരോട് സൗകര്യമില്ല എന്നാണ് പറയാനുള്ളതെന്നും രേണു പറയുന്നു. നിങ്ങൾ വിമർശിക്കുന്നത് പോലെ പ്രഹസനം ഇനിയും കാണിക്കും. ആവശ്യമുള്ളവർ കണ്ടാൽ മതിയെന്നും രേണു പറയുന്നുണ്ട്. കുടുംബം നോക്കാനാണ് ഉറക്കം വിളിച്ച് നാടകം ചെയ്യുന്നതെന്നും കുട്ടികളെ ഉപേക്ഷിച്ച് താൻ വേറൊരുത്തന്റെ കൂടെ പോയിട്ടില്ലല്ലോ എന്നും രേണു ചോദിക്കുന്നു. സുധിച്ചേട്ടൻ തന്റെ വീഡിയോ കണ്ട് സന്തോഷിക്കുന്നുണ്ടാകുമെന്നും രേണു പറയുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷമാണ് കൊല്ലം സുധി കാർ അപകടത്തിൽ മരിച്ചത്. ഇതിനുശേഷം പലപ്പോഴും രേണു വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. സുധിയുടെ കുടുംബത്തിന് മറ്റുള്ളവരുടെ സഹായത്താൽ വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. എന്നാൽ രേണു റീൽ ചെയ്യാൻ തുടങ്ങിയതോടെയാണ് സൈബർ ആക്രമണം ശക്തമായത്. ഭർത്താവ് മരിച്ച സ്ത്രീ കളിച്ചു ചിരിച്ച് റീൽസ് ചെയ്യുന്നുവെന്നായിരുന്നു സൈബർ വെട്ടുകിളികളുടെ കമന്റ്. പുതിയ വീഡിയോയ്ക്ക് താഴെയും ഇത്തരത്തിലുള്ളവർ രേണുവിനെ അധിക്ഷേപിക്കുന്നുണ്ട്. അതേസമയം രേണുവിനെ പിന്തുണയ്ക്കുന്നവരും നിരവധി തന്നെയാണ്.